ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ബിസിനസ് സംരംഭത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വിവരങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേയ്മെന്റ് ബാങ്കിന്റെ ഒരു കാലഘട്ടമാണ്. നെക്സസിൽ പേയ്മെന്റ് ബാങ്കിന്റെ ഒരുപാട് ബിസിനസ്സുകൾ നെക്സസ് ത്രൂ ഒരുപാട് ഏജൻസികൾ കേരളത്തിലുടനീളം ആരംഭിച്ചു കഴിഞ്ഞു. പേയ്മെന്റ് ബാങ്കിന്റെ ഒരു സെഗ്മെന്റിൽ നെക്സസിലൂടെ ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഓൾ ഓവർ കേരള നമ്മൾ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനുള്ളിലായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകൾ, ഫിനോയുടെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകൾ, നെക്സസിന്റെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പുതിയൊരു ബിസിനസ് അവസരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതും ഒരു പേയ്മെന്റ് ബാങ്ക് തന്നെയാണ്. NSDL പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേയ്മെന്റ് ബാങ്കിന്റെ ഒരു ബിസിനസ് അവസരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. NSDL എന്താണ് ഈ NSDL? നമ്മളെല്ലാം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മളൊരു പാൻ കാർഡിന് അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ലെറ്റർ NSDLന്റെ പേരുള്ള ലെറ്റർ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ TDS അല്ലെങ്കിൽ ടാൻ ഇങ്ങനത്തെ അപേക്ഷിക്കാൻ പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം NSDL ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ബ്രൗസർ എടുത്തിട്ട് പാൻ കാർഡിനെ പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കാണുന്നത് UTI മറ്റൊന്ന് NSDL ആയിരിക്കും. അപ്പൊ NSDL എന്നാൽ എന്താണ്? NSDL എന്നൊരു കമ്പനി വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെപ്പോസിറ്ററീസ് ഇൻ ദിസ് വേൾഡ്. അതാണ് NSDL കമ്പനിയെ നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഡെപ്പോസിറ്ററി മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് NSDL എന്നുള്ളൊരു കമ്പനി. NSDL ഒരുപാട് ശാഖകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് NSDL ഡെപ്പോസിറ്ററി മേഖലയിൽ ഒരു മുടിചൂടാമന്നം തന്നെയാണ് NSDL എന്നുള്ളൊരു കമ്പനി. ദ കിങ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്, അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് NSDLനെ വിശേഷിപ്പിക്കാം. 1996 NSDL എന്നുള്ളൊരു കമ്പനി സ്ഥാപിതമായിരിക്കുന്നത്. ഇപ്പൊ നമ്മള് സ്റ്റോക്ക് ട്രേഡിംഗിൽ കളിക്കുന്നവർക്ക് അറിയാം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്നവർക്ക് ഡിമാറ്റ് എന്നുള്ള അക്കൗണ്ട്. ഈ ഡിമാറ്റ് എന്നുള്ളൊരു അക്കൗണ്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് NSDL എന്നുള്ളൊരു കമ്പനിയാണ്. അപ്പൊ തന്നെ ഇതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇന്ത്യയിലെ സ്റ്റോക്ക്, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ ഡെപ്പോസിറ്ററി, ഇങ്ങനെയുള്ള ഒരു മേഖലകളിൽ കരുത്ത് തെളിയിച്ച ഏറ്റവും വലിയൊരു കമ്പനിയാണ് NSDL എന്നുള്ളൊരു കമ്പനി. NSDL എന്നുള്ളൊരു കമ്പനിയിൽ 4 വിഭാഗങ്ങളുണ്ട്. ഒന്ന് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, രണ്ടാമത്തത് NSDL ഡാറ്റാബേസ് മാനേജ്മെന്റ് ലിമിറ്റഡ്, മൂന്നാമത്തത് NSDL പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്, നാലാമത്തത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ NSDL ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. NSDL ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കാരണം നമ്മൾ പാൻ കാർഡിന് അപേക്ഷിക്കുക, അതുപോലെ തന്നെ ടാനിന് അപേക്ഷിക്കുക, TDSന് അപേക്ഷിക്കുക എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഈ ഒരു വിഭാഗമാണ്. ഇ ഗവേണൻസിന്റെ ഒരു വിഭാഗമാണ് NSDLന്റെ. ഈ വിഭാഗത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നെക്സസിൽ തന്നെ കാർവിയുടെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്. കാർവിയുടെ നമ്മുടെ ഫുൾ പാക്കേജിൽ കാർവിയുടെ ഒരു ഫ്രാഞ്ചൈസി കൂടി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് NSDLന്റെ ഒട്ടുമിക്ക സേവനങ്ങളും ലഭ്യമാണ്. ഈ ഇ ഗവേണൻസ് വിഭാഗത്തിൽപ്പെട്ട NSDLന്റെ ഒരുവിധ സേവനങ്ങളെല്ലാം ആ ഒരു കാർവി സെന്ററിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതായത് ടാന്, TDS, അതുപോലെ തന്നെ 24G, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതായത് ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഈ ഇ ഗവേണൻസ് സിസ്റ്റത്തിലൂടെ നമ്മൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു വിഭാഗമാണ് NSDL ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇനി NSDLന്റെ ഈ 4 വിഭാഗം, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ് NSDL എന്ന് പറയുന്നത്. ഇതിന്റെ 4 വിഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതില് നമ്മൾക്കിപ്പോൾ പുതിയൊരു ബിസിനസ് അവസരവുമായിട്ട് വന്നിരിക്കുന്നത് NSDL പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കമ്പനിയുടെ വിഭാഗമാണ്. ഈ NSDL പേയ്മെന്റ് ബാങ്ക് സിസ്റ്റം ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ 2018 മുതലാണ്. ഇനി എന്താണ് പേയ്മെന്റ് ബാങ്ക് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ പേയ്മെന്റ് ബാങ്ക് എന്താണ് പേയ്മെന്റ് ബാങ്കിന്റെ പ്രത്യേകതകൾ, മറ്റു ബാങ്കുകളുമായിട്ട് എന്താണ് വ്യത്യാസം, എന്താണ് വാലറ്റ് ബാങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ ഉൾപ്പെടുത്താം, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള RBIയുടെ അപ്രൂവലോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. നമ്മുടെ സാധാരണ നോർമൽ ബാങ്കിൽ നിന്നും ഇത് വിഭിന്നമായിട്ട് ഇതിൽ ലോൺ കൊടുക്കാനുള്ള സൗകര്യമില്ല, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനുള്ള സൗകര്യമില്ല, ചെക്ക് ബുക്കിനുള്ള സൗകര്യമില്ല. ബാക്കി എല്ലാം സാധാരണ ബാങ്കുകളെ പോലെ തന്നെയാണ്. നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോവൽ ഉണ്ട്, ATM ഫെസിലിറ്റി ഉണ്ട്, ATM ഇഷ്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ഏത് ബാങ്കിൽ ATM ഉപയോഗിച്ചിട്ടും ക്യാഷ് പിൻവലിക്കാനുള്ള പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം ഒരു പേയ്മെന്റ് ബാങ്കിലുള്ളതാണ്. അപ്പോൾ പേയ്മെന്റ് ബാങ്കുകൾ തന്നെ ഇന്ത്യയിൽ 6ഓളം പേയ്മെന്റ് ബാങ്കുകളുണ്ട്. ഒന്ന് ഫിനോ പേയ്മെന്റ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക്, അതുപോലെ തന്നെ എയർടെൽ പേയ്മെന്റ് ബാങ്ക്, ജിയോ പേയ്മെന്റ് ബാങ്ക്,
അതുപോലെ തന്നെ ഇപ്പോൾ NSDL പേയ്മെന്റ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള 6ഓളം പേയ്മെന്റ് ബാങ്കുകൾ നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നെക്സസ് വളരെ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഫ്രാഞ്ചൈസി അനുവദിച്ച ഒരു ബാങ്കാണ് ഫിനോ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അതും നമ്മുടെ ഒരു പേയ്മെന്റ് ബാങ്കാണ്. നമ്മൾ ഇപ്പോഴും അതിന്റെ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു പേയ്മെന്റ് ബാങ്ക് കൂടി നമ്മുടെ എല്ലാ ഫ്രാഞ്ചൈസികൾക്കും കൊടുക്കുകയാണ്. എല്ലാ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിങ്ങിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം, അതുപോലെ തന്നെ നെക്സസ് സേവ എക്സ്ക്ലൂസീവ് ഷോറൂം, ഈ 2 വിഭാഗക്കാർക്ക് മാത്രമാണ് നമ്മൾ ഇതിന്റെ ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത്. നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ പുതുതായിട്ട് NSDLന്റെ പേയ്മെന്റ് ബാങ്കിന്റെ ഒരു സേവനങ്ങൾ കൂടി നമ്മൾ കൊടുക്കുകയാണ്. കാരണം ഒരു കസ്റ്റമർ ആ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് NSDLന്റെ ബാങ്ക് അക്കൗണ്ട് എടുക്കാനുള്ള സംവിധാനം, അതുപോലെ ആ കസ്റ്റമർക്ക് ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ട് എടുക്കാനുള്ള സംവിധാനം, ഈ 2 സംവിധാനങ്ങളും ഇനി മുതൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന എക്സ്ക്ലൂസീവ് ഷോറൂമിനും നമ്മൾ അതിനുള്ളൊരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ചില നിബന്ധനകളോട് കൂടി അത് കൊടുക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സ്ക്ലൂസീവ് ഷോറൂമിനൊക്കെ പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ നമ്മൾ അതിനകത്ത് പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ്. ഇനി എന്തെല്ലാം സേവനങ്ങൾ നമ്മൾ ഈ NSDL പേയ്മെന്റ് ബാങ്കിലൂടെ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. നമ്മൾ മുൻപ് ഫിനോയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാവിധ സേവനങ്ങളും NSDL പേയ്മെന്റ് ബാങ്കിലൂടെയും പൊതുജനങ്ങൾക്ക് നമ്മൾക്ക് നൽകാൻ കഴിയും. അതും മികച്ച കമ്മീഷനോട് കൂടിയും. അത് മാത്രമല്ല NSDL എന്നുള്ളൊരു പേര്, അതിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുഡ്വില് അത് നമ്മളുടെ സ്ഥാപനത്തിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം NSDLന്റെ ഹിസ്റ്ററി നിങ്ങളൊന്ന് ജസ്റ്റ് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഭീമനായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് NSDL. കാരണം ഗവൺമെന്റ് സെക്ടറിലും അല്ലാതെ പ്രൈവറ്റ് സെക്ടറിലും സ്റ്റോക്ക് മാർക്കറ്റിലും എല്ലാം തങ്ങളുടെ കഴിവ് തെളിയിച്ച ഒരു കമ്പനിയാണ് NSDL. ഞാൻ ആമുഖമായിട്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു റെപ്യൂട്ടേഷൻ, നിങ്ങളുടെ ഒരു മാർക്കറ്റ് നിങ്ങളുടെ നാട്ടിൽ ഇത് കൂട്ടുവാനും ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു NSDL പേയ്മെന്റ് ബാങ്കിന് കഴിയുമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പൊ ഇതിൽ എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാം? NSDLന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് വിത്ത് ഡെബിറ്റ് കാർഡ്. 2 രീതിയിലുള്ള ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഒന്ന് വെർച്വൽ ഉണ്ട്, ഒന്ന് ഫിസിക്കലും ഉണ്ട് NSDL പേയ്മെന്റ് ബാങ്കിൽ. വെർച്വൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് എടുത്തൊരു വ്യക്തിക്ക് ജിഫി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിലൂടെ അയാളുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് പാസ്ബുക്ക് ഇല്ല. ഒരു പേയ്മെന്റ് ബാങ്കിനും പാസ്ബുക്ക് ഉണ്ടാവാറില്ല. എല്ലാം ഓൺലൈൻ പാസ്ബുക്ക് ആയിട്ടാണ് വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ഒരു ജിഫി എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അയാൾക്ക് ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ചെയ്യാം, ബാലൻസ് പരിശോധിക്കാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിനൊപ്പം തന്നെ അയാൾക്ക് ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡും ആ ഒരു ആപ്പിനകത്ത് ഉണ്ടാവും. ഇനി അയാൾക്ക് ഈ ഒരു വിർച്വൽ കാർഡ് ഫിസിക്കൽ ആക്കണമെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ജിഫിയിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സെന്ററിൽ വന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് വെർച്വൽ ആയിട്ടുള്ള കാർഡിന് പകരമായിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള കാർഡ് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുന്നതാണ്. സോ അക്കൗണ്ട് ഓപ്പണിംഗ് വളരെ ചുരുങ്ങിയ കോസ്റ്റിൽ, ഏകദേശം ഒരു 350ഓളം രൂപയെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരുന്നുള്ളൂ. ഡെബിറ്റ് കാർഡ് അടക്കം ഉള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സംവിധാനം അതിൽ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഏജന്റിന് നല്ലൊരു കമ്മീഷനും ഈ അക്കൗണ്ട് ഓപ്പണിംഗിലൂടെ ലഭ്യമാണ്. അതേപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതിനുള്ള കാര്യങ്ങളെല്ലാം അയാൾക്ക് അതിൽ ചെയ്യാം. പിന്നെ ആ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു സെന്ററിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇയാൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഏത് അക്കൗണ്ടിലേക്കും, നമ്മളിത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്, ഏത് അക്കൗണ്ടിലേക്ക്, ഇന്ത്യയിലുള്ള ഏത് അക്കൗണ്ടിലേക്ക്, IFSC കോഡുള്ള അക്കൗണ്ടിലേക്കും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു പ്രൊവിഷനും നമുക്ക് ഈ ഒരു കേന്ദ്രത്തിലൂടെ നമുക്ക് നൽകാൻ പറ്റും. അതേപോലെ തന്നെ ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഏത് അക്കൗണ്ടിലേക്കും ക്യാഷ് പിൻവലിക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനുമുള്ളൊരു സൗകര്യം അയാൾക്ക്, ഈ ഒരു കസ്റ്റമർക്ക് നമ്മളുടെ ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്നു. പിന്നെ മിനി ATM സർവീസ്. മിനി ATM എന്ന് പറഞ്ഞാൽ ഏത് ബാങ്കിന്റെയും ATMൽ നിന്ന് ക്യാഷ് പിൻവലിക്കാനുള്ള ഒരു സൗകര്യവും നമ്മൾ NSDL പേയ്മെന്റ് ബാങ്കിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ NSDL പേയ്മെന്റ് ബാങ്കിന്റെ ഔതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് വെച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഈ കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് അവസരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ബിസിനസ് അല്ല. ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് സെന്ററിൽ ഇനി NSDLന്റെ പേയ്മെന്റ് ബാങ്കിന്റെ സൗകര്യവും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ലഭ്യമാക്കുകയാണ്. ഫിനോയുടെ പേയ്മെന്റ് ബാങ്കും അതുപോലെ തന്നെ NSDLന്റെ പേയ്മെന്റ് ബാങ്കും ഇനിയുള്ള 2 ബാങ്കുകളുടെയും സൗകര്യം നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഉണ്ടാവും. 2 ബാങ്കുകളുടെ ബിസിനസ്സും നിങ്ങൾക്ക് ഒരേ സെന്ററിലൂടെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് പോരാതെ ഇതിന്റെ ബാക്ക് എൻഡ് സപ്പോർട്ട് അതുപോലെ തന്നെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ്.
നല്ലൊരു ബിസിനസ് രീതിയാണ്. നിങ്ങൾക്ക് മണി ട്രാൻസ്ഫറിനും അതുപോലെ തന്നെ AEPS-നും എല്ലാത്തിനും ഒരു കമ്മീഷൻ സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾക്ക് ഓരോന്നും ട്രാൻസ്ഫർ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഓരോ ബിസിനസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കുള്ള കമ്മീഷൻ നിങ്ങളുടെ വാലറ്റിൽ വന്ന് ലോഡ് ആവും. നിങ്ങൾക്ക് ആ വാലറ്റിൽ നിന്ന് ഏത് അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും നിങ്ങളുടെ കമ്മീഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ്. അപ്പൊ ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ പ്രീമിയം പാക്കേജ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സംവിധാനം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ക്ലൂസീവ് പാക്കേജ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇനിയും മുന്നോട്ട് വരിക. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി എക്സ്ക്ലൂസീവ് ബാങ്കുകൾ ആയി കഴിഞ്ഞു, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ ആയി കഴിഞ്ഞു, നെക്സസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസരം നിങ്ങൾ കളയരുത്. നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു നെക്സസ് ഷോറൂം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം, നമ്മളെ എല്ലാ 2 മാസം കൂടുമ്പോഴും നമ്മളൊരു ബിസിനസ് മീറ്റുകൾ പല ജില്ലകളിൽ നടത്താറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് മീറ്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ആ ഒരു ബിസിനസ് മീറ്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓൺലൈനായിട്ടുള്ള എല്ലാ ബിസിനസിന്റെ മാറ്റങ്ങളും അതുപോലെ പുതിയ ബിസിനസ്സുകളും കൂടുതലായിട്ട് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ തന്നെ എത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. പക്ഷെ ഇതിനൊരു കാര്യമുണ്ട്, നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടുണ്ട്. അത് മറ്റൊന്നിനുമല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ക്രൗഡ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം അത്യാവശ്യമായിട്ടുള്ള ആളുകൾ ഈ ബിസിനസിനെ പറ്റി അറിയാനും ഇത് തുടങ്ങാനും താല്പര്യമുള്ള ആളുകളെ സോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് ഈ ഒരു പ്രോഗ്രാമിന് വെക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരികയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായും, കാരണം ഈ ഒരു കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതായതിനാലും അപ്പോൾ 10 ആളിൽ കുറഞ്ഞ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ആ മീറ്റിംഗിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോയും ബിസിനസ് ഐഡിയകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ I am signing off, സജിത് നായർ. താങ്ക് യു.